ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ അകത്ത് നിങ്ങൾ അറിയാണ്ട് ഓൺ ചെയ്ത് തന്നെ ഇരിക്കുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ആപ്ലിക്കേഷൻസ് ഇതെല്ലാം ഡാമേജ് ആകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. ഡാമേജ് ആയിട്ട് കാര്യം കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകൾ കൊണ്ട് മാത്രം നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ യൂട്യൂബ് വീഡിയോസുകളും അതുപോലെ പ്രൊമോഷൻ കാര്യങ്ങളും അതുപോലെ പുതിയ ടെക്നോളജി പരമായിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിരിക്കണം. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ അകത്ത് നിങ്ങൾ അറിയാണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയാണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സെറ്റിംഗ്സ് ഓൺ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓൺ ആണെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഏത് തന്നെയാണെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകുന്നത് ഓഫ് ചെയ്തിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞ ശേഷം അതിൽ പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്തെടുക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ടോ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട്, അതായത് നിങ്ങൾ ഏത് ജിമെയിൽ അക്കൗണ്ടാണോ പ്ലേ സ്റ്റോറിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ ജിമെയിൽ അക്കൗണ്ടിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ ഐക്കണാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത്, ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് വരുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജനറൽ, നെറ്റ്വർക്ക് പ്രിഫറൻസ്, അതുപോലെ പർച്ചേസ് വെരിഫിക്കേഷൻ, അതുപോലെ ഫാമിലി, എബൌട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ്, അതുപോലെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്, അതുപോലെ ഓട്ടോ പ്ലേ വീഡിയോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3 ഓപ്ഷൻ്റെ അകത്തും നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട 2 ഓപ്ഷൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഓവർ എനി നെറ്റ്വർക്ക്, ഓവർ വൈഫൈ ഒള്ളി, ആസ്ക് മീ എവരി ടൈം, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓവർ എനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് മൊബൈൽ ഡേറ്റ ആണെങ്കിലും വൈഫൈ ആണെങ്കിലും ഏത് ഡേറ്റ ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ, ഓട്ടോമാറ്റിക് അല്ല ഏത് രീതിയിൽ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓവർ എനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ചിലപ്പോൾ അത് വൈഫൈ ആണെങ്കിലും മൊബൈൽ ഡേറ്റ ആണെങ്കിലും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനിട്ടു, ഒരു ഗെയിമോ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനിട്ടു, ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു വൈഫൈ നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആകുന്നത് ആ ടൈമിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ ആ ടൈമിൽ മാത്രം ഡൗൺലോഡ് ആയാൽ മതി എങ്കിൽ ആണ് നിങ്ങൾ ഓവർ വൈഫൈ ഒള്ളി എന്ന് പറയുന്നത്. ഓവർ എനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മൊബൈൽ ഡേറ്റയും വൈഫൈയും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ, അതായത് ഇപ്പോൾ മൊബൈൽ ഡേറ്റ ആണെങ്കിൽ മൊബൈൽ ഡേറ്റയിൽ ഡൗൺലോഡ് ആയി കിട്ടും, വൈഫൈ ആണെങ്കിൽ വൈഫൈയിൽ നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും. ആസ്ക് മീ എവരി ടൈം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ഏത് ടൈമിലും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ, ഉദാഹരണത്തിന് ഏത് ആപ്ലിക്കേഷൻ തന്നെ ആയിക്കോട്ടെ, ഉദാഹരണത്തിന് നമുക്കൊരു MX പ്ലെയറിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നമ്മൾ ആസ്ക് മീ എവരി ടൈം എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് മൊബൈൽ ഡേറ്റയിലൂടെ വേണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ കൂടെ വേണോ ഡൗൺലോഡ് ചെയ്യണം എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് വൈഫൈ ആണെങ്കിൽ നിങ്ങൾ വൈഫൈ കൊടുക്കുക, നിങ്ങൾക്ക് മൊബൈൽ ഡേറ്റ ഉണ്ടെങ്കിൽ മൊബൈൽ ഡേറ്റ കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം നിങ്ങൾ ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോ അപ്ഡേറ്റ് ആപ്പാണ്. ഈ ഓട്ടോ അപ്ഡേറ്റ് ആപ്പിൻ്റെ അകത്ത് നിരവധി ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡേറ്റ. അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയട്ടെ. ഫസ്റ്റ് ഓപ്ഷനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക്
വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ ഡേറ്റ ഉള്ള സമയത്തോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡേറ്റ. അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്ത് മൊബൈൽ ഡേറ്റ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വൈഫൈ ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. ഇതിനെയാണ് അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡേറ്റ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ അപ്ഡേറ്റ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മൊബൈൽ ഡേറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻസ് അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള സൈസുള്ള വരെ, ഉദാഹരണത്തിന് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഒരു 30 ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് വെക്കുക, അതിലൊരു 10 എണ്ണം ഒരു 1 GB വരുന്ന ഗെയിം ആണെന്ന് വെക്കുക. ഇങ്ങനെ വരുന്ന ഗെയിംസ് ഒന്നും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആക്കാണ്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മൊബൈൽ ഡേറ്റ, അതായത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വെൻ വൈഫൈ ഈസ് നോട്ട് അവൈലബിൾ, അതായത് നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്ത് വൈഫൈ അവൈലബിൾ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ വിൽ അപ്ഡേറ്റ് എ ഫ്യൂ ഓഫ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്പ്. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് വൈഫൈ ഇല്ല എന്നുള്ള സമയത്ത്, അതില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് മൊബൈൽ ഡേറ്റ മാത്രമുള്ള സമയത്ത് നിങ്ങളുടെ ഗൂഗിൾ പ്ലേയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ലേൺ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. യൂസിങ് ഓൺലി എ ലിമിറ്റഡ് പോർഷൻ ഓഫ് യുവർ മൊബൈൽ ഡേറ്റ, അതായത് നിങ്ങളുടെ മൊബൈൽ ഡേറ്റയിൽ കുറച്ച് പോർഷൻസ്, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി താഴെ കാണുന്ന ഈ അപ്ഡേറ്റ് ഓവർ വൈഫൈ ഉള്ളി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ടച്ച് ചെയ്ത് അതിൽ നിങ്ങൾ ആ ഓപ്ഷനിലാക്കി ഇടുവാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള ഏത് ആപ്ലിക്കേഷൻസും, അത് നിങ്ങൾക്ക് ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് അപ്ഡേറ്റ് ആകുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എപ്പോഴാണ് വൈഫൈ ആയിട്ട് കണക്റ്റ് ആകുന്നത് ആ നിമിഷമായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആ ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുകയുള്ളൂ. പിന്നെ ഏറ്റവും താഴത്തെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകില്ല. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും ശരി, ഗെയിംസ് പോലുള്ള വലിയ നമുക്ക് ഡേറ്റ ഒത്തിരി യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവില്ല. നിങ്ങൾ മാനുവലി തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഓരോ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആക്കേണ്ട വരും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിടാനാണ് പറയുന്നത്. ഇങ്ങനെ ഈ ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സിലാക്കി കഴിഞ്ഞ ശേഷം ബാക്ക് വരിക. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോഴാണ് അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു 19 അപ്ഡേറ്റ്സ് പെൻഡിങ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. ഈ അപ്ഡേറ്റ് ഓൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അല്ല നിങ്ങൾക്ക് 1 by 1, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ ഈ സി ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം നമുക്ക് അപ്ഡേറ്റ് ആക്കി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലിപ്കാർട്ട് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 17 MB ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ നോക്കാം എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പുതിയ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു പുതിയ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വരുന്നത് എന്ന് പറയുന്നത് ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർ വരുത്തി എന്നുള്ളതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് വാട്ട് ഈസ് ന്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് അവർ എന്തൊക്കെ പുതിയ അപ്ഡേറ്റ്സുകൾ വരുത്തി എന്നുള്ളതിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്കതൊന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ പുതിയ ഫീച്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഈ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അവിടെ അപ്ഡേറ്റ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡേറ്റാസ് നിങ്ങൾക്ക് സേഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴുള്ള ഡാമേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിനെ സെക്യൂർഡ് ആക്കി വെക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഒന്നുകൂടെയും പറഞ്ഞു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. കാരണം നിങ്ങൾ ആദ്യം തന്നെ
പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഐക്കണാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഒരു ഐക്കണാണ് ഇവിടെ കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ കാണുന്ന ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുക്കുക. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ്റെ അകത്ത് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആണല്ലോ ഉള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇപ്പം നമ്മൾ ആദ്യം കണ്ട എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് മൊബൈൽ ഡാറ്റ ആണെങ്കിലും അപ്ഡേറ്റ് ആയി കിട്ടും. ഇല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ വൈഫൈ ആയിട്ടാണെങ്കിലും നമുക്കത് അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അപ്ഡേറ്റ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം നമുക്ക് അപ്ഡേറ്റ് ആക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലേൺ മോർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എപ്പോഴാണോ വൈഫൈ ആയിട്ട് കണക്ട് ആകുന്നത് ആ നിമിഷം മാത്രമായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ആയി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ആക്കി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻസ് ഒരിക്കലും മൊബൈൽ ഡാറ്റ കണക്ട് ആവുന്ന സമയത്ത്, അതായത് മൊബൈൽ ഡാറ്റ ആയിട്ട് കണക്ട് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ വൈഫൈ ആയിട്ട് കണക്ട് ആകുന്ന സമയത്തോ ഒന്നും അപ്ഡേറ്റ് ആയി കിട്ടില്ല. നിങ്ങൾ മാനുവലി നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ എല്ലാ സോഫ്റ്റ്വെയറും നിങ്ങൾക്ക് അപ്ഡേറ്റ് മാനുവലി തന്നെ ചെയ്യേണ്ട വരും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്തിടേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ്സ് ആപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നിന്നും നിങ്ങൾ ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ്സ് ആപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ആഫ്റ്റർ വരുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം വരുന്ന ഇഷ്യൂസിൽ നിന്നും നിങ്ങളുടെ മൊബൈൽ ഫോണിനെ സെക്യൂർ ആക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. ഇങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആകാണ്ട് എങ്ങനെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം എന്നും അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.